മറ്റുള്ളവരുടെ തെറ്റും മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവും ഒക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ഒരിക്കലും സന്തോഷവും ഉണ്ടാകില്ല. നിങ്ങളുടെ നൊമ്പരങ്ങൾ ചിലരിൽ ചിലപ്പോൾ ചിരി പടർത്തിയേക്കാം. എന്നാൽ നിങ്ങളുടെ ചിരി ഒരിക്കലും മറ്റുള്ളവർക്ക് നൊമ്പരമാവരുത്. 1000 വട്ടം ഉറക്കെ വിളിച്ചു പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തേക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പറയുന്ന കള്ളത്തരങ്ങളാണ്. ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ്. അവിടെ കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുന്നില്ല. എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു. പരിശ്രമങ്ങളൊക്കെ നല്ലത് തന്നെ. പക്ഷേ അവയൊന്നും ജീവിക്കാൻ മറന്നുകൊണ്ടാവരുത് എന്ന് മാത്രം. എല്ലാം നേടിയിട്ട് ജീവിക്കാം എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരത്തിനായി പരിശ്രമിക്കുമ്പോഴും ഉള്ളതിൽ സന്തോഷിക്കുന്ന മനസ്സിൻ്റെ ഉടമകളാവുക എന്നതാണ് പ്രധാനം. പ്രണയമാകട്ടെ, സൗഹൃദമാകട്ടെ, മറ്റെന്തുമാവട്ടെ, ഒരാൾക്ക് തുടരാൻ താൽപ്പര്യമില്ല എന്ന് അറിയിക്കുന്ന നിമിഷം മുതൽ അതിൽ നിന്നും മാറി നടക്കാൻ മനസ്സുണ്ടാവുന്നിടത്തോളം വിശാലമാകണം നമുക്ക് അവരോടുള്ള സ്നേഹം. ജീവിതമാണ് ഏറ്റവും പ്രയാസമേറിയ പരീക്ഷ. എല്ലാവർക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പറാണെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പകർത്താൻ ശ്രമിക്കുന്നതിനാലാണ് പലരും പരാജയപ്പെടുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ വന്നു. അങ്ങനെ വന്നവരെ, എന്നെ തൊട്ടവരെ, എന്നെ കുറേക്കൂടി നല്ലൊരു മനുഷ്യനാക്കാൻ പ്രേരിപ്പിച്ചവരെ ഞാൻ വിളിച്ച പേരാണ് ദൈവത്തിൻ്റെ ചാരന്മാർ. തെറ്റുപറ്റിയതിലുള്ള മനസ്സറിഞ്ഞ ഖേദപ്രകടനം മാത്രമല്ല, ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പുകൂടിയാണ് പശ്ചാത്താപം. ചിലത് വേണ്ടിയിരുന്നില്ല. ആ ചിന്ത നമ്മളെ വേദനിപ്പിക്കാൻ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് 2 വട്ടം ആലോചിക്കണം. മനുഷ്യൻ തമ്മിലുള്ള ഒരു ബന്ധത്തിലും ഒരാൾ മറ്റൊരാളെ കൈവശപ്പെടുത്തരുത്. 2 മനസ്സുകളിൽ എപ്പോഴും വ്യത്യസ്തമായിരിക്കും. സൗഹൃദത്തിലായാലും പ്രണയത്തിലായാലും ഒറ്റയ്ക്ക് നേടാൻ കഴിയാത്തത്, സ്വന്തമാക്കാൻ കഴിയാത്തത് ഒരുമിച്ച് നീങ്ങുന്ന 2 കൈകൾ പോലെയാണ് മനുഷ്യർ. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ഒന്ന്, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുക. നേരിട്ട് ബാധിക്കാത്ത ഒരു വിഷയത്തിലും ഇടപെടാതിരിക്കുക. ഈ ലോകം ഞാൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന് തിരിച്ചറിയുക. ഇഷ്ടമില്ലാത്ത ആളുകളെ ഓർക്കാതിരിക്കുക. പ്രിയമുള്ളവരുടെ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കുക. കുറ്റങ്ങളുടെ പുറകെ പോകാതിരിക്കുക. ഒരു നാൾ ഇവിടെ വിട്ടു പോകേണ്ടവരാണ് എന്ന് ഓർക്കുക. അപ്പോൾ ചുറ്റുമുള്ളതിനെ സ്നേഹിക്കാൻ തോന്നും. കുഞ്ഞു കുട്ടികളോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ചിരിക്കാൻ കിട്ടുന്ന അവസരവും കരയാൻ കിട്ടുന്ന അവസരങ്ങളും ഭാഗ്യം എന്ന് തിരിച്ചറിയുക. സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കുന്ന നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ചും സ്നേഹിക്കുക. ജീവിതമാണ്. പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പരിഹസിക്കപ്പെടും. മനുഷ്യനാണ്. മറികടക്കണം, വിജയിക്കണം, കുതിച്ചുയരണം. വിശ്വാസമെന്നത് ഊതിവീർപ്പിച്ച ബലൂണാണ്. ഏത് നിമിഷം വേണമെങ്കിലും അത് പൊട്ടിത്തെറിക്കാം. പരസ്പരമുള്ള യഥാർത്ഥ ബോധമാണ് ബന്ധങ്ങൾക്കിടയിൽ അഭികാമ്യം. ജീവിതത്തെ അളക്കുന്നത് നാം എടുക്കുന്ന ശ്വാസത്തിൻ്റെ എണ്ണം കൊണ്ടല്ല, മറിച്ച് നമ്മുടെ വിശ്വാസം നിലക്കുന്ന ചില നിമിഷങ്ങൾ കൊണ്ടാണ്. ആരും ഒരുപാട് നിഷ്കളങ്കരും പാവവും ആകരുത്. അങ്ങനെ ആയാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. തെറ്റും ശരിയും തുറന്നു പറയേണ്ടിടത്ത് പറഞ്ഞു തന്നെ നിങ്ങൾ ശീലിക്കുക.
നുണകൾ പറഞ്ഞ് മറ്റുള്ളവരെ കബളിപ്പിക്കുമ്പോൾ യഥാർത്ഥ ബന്ധങ്ങൾക്ക് ആവശ്യമായ വിശ്വാസവും സത്യസന്ധതയും നാം തകർക്കുന്നു. ബഹുമാനം, മനസ്സിലാക്കാൻ, സത്യസന്ധത എന്നിവയാണ് ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനമായ ഘടകങ്ങൾ. വിജയം എന്നത് യാദൃച്ഛികമല്ല. അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ നടന്നിരിക്കും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും കണ്ണ് നിറയുന്നവരെയും വാശി കാണിക്കുന്നവരെയും മോശമാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തരുത്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും കരുണയും ഉള്ളവർ അവരാണ്. സമ്പത്തിൻ്റെ പേരിലോ സൗന്ദര്യത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നമ്മളെ തരം താഴ്ത്തുന്നവരുമായുള്ള സൗഹൃദം കഴിവതും ഒഴിവാക്കുക. ചിലരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവരെ മനസ്സിലാക്കാൻ മനസ്സ് സമ്മതിക്കില്ല. ചതിക്കുന്ന സ്ത്രീകളെ രണ്ടു കാര്യങ്ങളിലൂടെ തിരിച്ചറിയാൻ കഴിയും. ഒന്ന്, നിങ്ങൾക്ക് നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളിൽ അവൾ ആശങ്ക പ്രകടിപ്പിക്കും. രണ്ട്, നിങ്ങൾക്ക് വളരെ നിസ്സാരമായ പരിക്കു പറ്റിയാൽ അവൾ കരയും എന്ന് പഠനങ്ങൾ പറയുന്നു. ചുറ്റും നോക്കിയാലും മുന്നോട്ടു പോകാൻ ആവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ മാത്രം നോക്കുക. ലക്ഷ്യം അവിടെയാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ്. ആരും നിങ്ങളോടൊപ്പം നിൽക്കാത്തപ്പോൾ നിരാശപ്പെടരുത്. ചാണക്യൻ പറയുന്നു, എന്നെ വിട്ടുപോയവരോട് ഞാൻ നന്ദിയുള്ളവരാണ്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് അവർ എന്നെ പഠിപ്പിച്ചു. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല. അവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർ അനുഭവിച്ചിട്ടില്ല. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എവിടെയോ ഒരു പച്ച ഉണ്ട്. എത്തുമെന്ന് ഉറപ്പില്ല. എങ്കിലും പ്രതീക്ഷയോടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. എത്തിയില്ലെങ്കിലും ആ യാത്ര വലിയ കാര്യമാണ്. അത് തുടർന്നു കൊണ്ടിരിക്കണം. അതാണ് നമ്മളെ മുന്നോട്ടു നയിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.